ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയത്തിന്റെ ചോദ്യപേപ്പർ പരിശോധിക്കാം. ഇത് 2022-23 വർഷത്തെ ചോദ്യപേപ്പറാണ്. ഈ ചോദ്യങ്ങൾ ഒരു വീഡിയോ ആയി ഞാൻ ഇടുന്നുണ്ട്. ഇതിന്റെ ഉത്തരങ്ങൾ സ്വയം എഴുതി നോക്കുക. അതിനുശേഷം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഉത്തര സൂചികയുമായി ഒത്തുനോക്കൂ. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പ്രവർത്തനം 6. ഇവിടെ നമുക്കൊരു ഭൂപടം തന്നിട്ടുണ്ട്. ഈ ഭൂപടത്തിൽ നോക്കി ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അക്ഷാംശ രേഖകൾ ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ്, അതേപോലെ ഈ രാജ്യങ്ങൾ ഏതൊക്കെ രേഖാംശ രേഖകൾക്കിടയിലാണ് എന്ന് കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. പക്ഷേ മാപ്പിൽ നമുക്ക് തുടർച്ചയായിട്ടുള്ള അക്ഷാംശ രേഖകൾ രേഖപ്പെടുത്തിയിട്ടില്ല. 10 ഡിഗ്രി വീതം ഇടപെട്ടിട്ടുള്ള അക്ഷാംശ രേഖകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേപോലെ രേഖാംശ രേഖകളും 10 ഡിഗ്രി വീതം ഇടപെട്ടിട്ടുള്ള രേഖാംശ രേഖകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ നമുക്ക് ഈ ഓരോ രാജ്യങ്ങളുടെയും അതിർത്തി കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ തന്നിരിക്കുന്ന ഭൂപടം വെച്ച് നമ്മൾ ഏകദേശം ഒരു കണക്ക് എഴുതിയാൽ മതി. ഏകദേശം അടുത്ത് വരുന്ന ഒരു അളവാണ്. ഇപ്പോൾ 10നും 20നും ഇടയിലാണെങ്കിൽ 12എന്നോ 18എന്നോ 16എന്നോ എഴുതി നമ്മൾ അങ്ങനെ ഒരു ഏകദേശ അളവാണ് എഴുതേണ്ടത്. അങ്ങനെ ഏകദേശ അളവ് എഴുതിയാലും നമുക്ക് ഫുൾ സ്കോർ തരുന്നതാണ്. പ്രവർത്തനം 8 ഒരു ഫ്ലോ ചാർട്ട് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ പിരമിഡിൻ്റെ ആകൃതിയിലുള്ള ഒരു ചാർട്ടാണ് പുസ്തകത്തിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. ഫ്ലോ ചാർട്ട് നേരെയാണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ ഉത്തര പേപ്പറിലും ചതുരങ്ങൾ വരച്ച് ആരോ മാർക്ക് ഇട്ട് ഫ്ലോ ചാർട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് 6ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട്
അർദ്ധവാർഷിക മൂല്യനിർണ്ണയ പരീക്ഷയിൽ 2022-23 വർഷം ചോദിച്ച ചോദ്യങ്ങൾ. കൂടാതെ ആനുവൽ എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറും ഇട്ടിട്ടുണ്ട്. സമയമാകുമ്പോൾ അതുകൂടി കണ്ടു നോക്കൂ. നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.